തിരുവനന്തപുരത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35B മടങ്ങി. രാവിലെ 10:30ഓടെയാണ് തിരികെ മടങ്ങിയത്. സാങ്കേതിക തകരാർ പരിഹരിച്ച വിമാനം ഇന്നലെ ഹാങ്ങറിൽ നിന്ന് പുറത്തെത്തിച്ചിരുന്നു. 1 മാസവും 8 ദിവസവും വിമാനം കുടുങ്ങിക്കിടന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേർന്നു. പ്രശാന്ത്, തിരികെ പറക്കാനാകുമോ എന്ന സംശയം പലവട്ടം ഉന്നയിക്കപ്പെട്ടതാണ്. മാത്രമല്ല, ഇതിനെ പാർട്സാക്കി തിരിച്ചു കൊണ്ടുപോയാലോ എന്ന് വരെ ആലോചിച്ചതാണ്. പക്ഷേ അവരുടെ നിശ്ചയദാർഢ്യം വിജയിച്ചു അല്ലേ? കൃഷ്ണരാജ്, പലതരം ആശങ്കകൾ ഈ F-35 യുദ്ധവിമാനമായി ഉണ്ടായിരുന്നു. കാരണം തിരുവനന്തപുരത്ത് എത്തിയത് മുതൽ ഇത് തിരിച്ചു കൊണ്ടുപോകുന്നതടക്കം ആദ്യം ഈ സാങ്കേതിക തകരാറ് മൂലം വിമാനത്തിന് അടിയന്തര ലാൻഡിംഗ് നടക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് അധികൃതരുടെ നടപടിക്രമങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് ജൂൺ മാസം 14-ാം തീയതി രാത്രി 9:30 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യുന്നത്. തുടർന്ന് പിറ്റേ ദിവസം ഈ ഇന്ധനം നിറച്ചുകൊണ്ട് പറക്കാനൊരുങ്ങുമ്പോഴാണ് തകരാർ കാണപ്പെടുന്നത്. ഹൈഡ്രോളിക് സംവിധാനത്തിലടക്കം തകരാറുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് ഇതിൽ മറ്റ് തകരാറുകൾ കൂടി കണ്ടെത്തിയതോടുകൂടി വിമാനം പറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുകയായിരുന്നു. തുടർന്ന് കപ്പലിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അതുമായി ബന്ധപ്പെട്ട ടെക്നീഷ്യന്മാരെത്തുകയും തകരാർ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. അങ്ങനെ 2 ഘട്ടങ്ങളിലായി ടെക്നീഷ്യന്മാരെത്തിയെങ്കിൽ പോലും ഇത് സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് വിമാനം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ F-35 യുദ്ധവിമാനം കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തുടർന്ന് ബ്രിട്ടനിൽ നിന്നും 25 അംഗ സംഘങ്ങളടങ്ങിയ സാങ്കേതിക വിദഗ്ധർ തിരുവനന്തപുരത്ത് എത്തുകയും തുടർന്ന് തിരുവനന്തപുരത്തെ എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റുകയും ചെയ്തു. ഏകദേശം 2 ആഴ്ചയോളമാണ് അറ്റകുറ്റപ്പണികൾ നടന്നത്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസം വിമാനം അതായത് F-35 ഹാങ്ങറിൽ നിന്ന് പുറത്തെത്തിച്ചിരുന്നു. അതിനുശേഷമാണ് ഇന്ന് ടേക്ക് ഓഫ് നടത്തി വിമാനം യാത്ര തിരിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ കേരളത്തെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ ഇത് പരസ്യവാചകങ്ങളായും ട്രോളായും ഒക്കെ നിറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പല കമ്പനികളും അതോടൊപ്പം തന്നെ പലരും ഇതിനെ ഒരു ട്രോളാക്കി എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും 1 മാസവും 8 ദിവസവും ഈ യുദ്ധവിമാനം തിരുവനന്തപുരത്ത് തങ്ങി. അതിനുശേഷമാണ് സാങ്കേതിക തകരാർ പരിഹരിക്കുകയും യാത്ര തിരിക്കുകയും ചെയ്തത്. അങ്ങനെ എന്തായാലും F-35 വിമാനം തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പായിരുന്നു വിമാനത്താവളത്തിന്റെ എയർബേയിൽ പാർക്ക് ചെയ്തിരുന്ന വിമാനം തിരിച്ച് ബ്രിട്ടനിലേക്ക് പറക്കുന്നത്. പ്രശാന്ത്, തുടരണം. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. ശരി, പ്രശാന്തിലേക്ക് വീണ്ടും. പ്രശാന്ത്, അതായത് ഒരു ഘട്ടത്തിൽ പറത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നിരുന്നുവല്ലോ. ഇത്രയും ദിവസം ഇത് ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ തന്നെ തുടർന്ന കാരണത്താൽ വിമാനത്താവളത്തിന് വാടക ഇനത്തിൽ പണം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും കൃഷ്ണരാജ്, 8 ലക്ഷത്തിലധികം രൂപയാണ് ഇതിനോടകം തന്നെ വിമാനത്തിന്റെ വാടകയായി ഹാങ്ങറിൽ മാറ്റിയതിനു ശേഷം ഇതിനോടകം തന്നെ ഇതിന്റെ വിമാനത്തിന്റെ വാടകയായി വിമാനത്താവളത്തിന് ലഭിച്ചിരിക്കുന്നത്. 8 ലക്ഷത്തിലധികം രൂപ ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് വിവരങ്ങൾ ഇതുവരെ, അതായത് ഇതിന്റെ സാങ്കേതിക തകരാറ്, തിരിച്ച് മടക്കയാത്ര അടക്കമുള്ള വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ അത് വ്യക്തമാക്കാൻ ഇതുവരെ തയ്യാറായിട്ട്. നമുക്കറിയാം F-35 ബ്രിട്ടന്റെ അത്യാധുനിക സാങ്കേതിക യുദ്ധവിമാനമാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തില്ല. നമ്മൾ അല്പസമയം മുമ്പ് ഈ എയർപോർട്ട് അധികൃതർ, അതായത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ അധികൃതരുമായി സംസാരിക്കുന്നതായിരുന്നു. അവരും ഇത് മടക്കയാത്ര സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അവിടുത്തെ PROയ്ക്കും നൽകാൻ സാധിക്കില്ല എന്നാണ് കഴിയുന്നത്. എന്തായാലും ഈ ബ്രിട്ടീഷ് ഡിഫൻസിന്റെ ഉദ്യോഗസ്ഥർ ഒരു വിശദീകരണം നൽകുമെന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം ഇതിനു മുമ്പും ഈ മറ്റ് ബ്രിട്ടനിൽ നിന്നുള്ള മറ്റ് സാങ്കേതിക വിദഗ്ധർ എത്തുമ്പോഴെല്ലാം അവിടുന്ന് ഈ എയർപോർട്ട് അധികൃതർക്ക് ഒരു ബ്രീഫിംഗ് നടത്തി കൊടുക്കാറുണ്ടായിരുന്നു. അതാണ് നമ്മൾ മാധ്യമങ്ങൾ വാർത്തയാക്കി നൽകുകയും ചെയ്തത്, കൂടുതൽ വിവരങ്ങളായിട്ട് വാർത്തയാക്കി നൽകിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് തിരിച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം അതൊരു റിലീസായി തന്നെ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആളുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ അധികൃതർക്ക് നൽകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 1 മാസവും 8 ദിവസവും എടുത്തുകൊണ്ടാണ് വിമാനം ഈ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം
ഉണ്ടാവുന്നത്. പിന്നീട് ഘട്ടം ഘട്ടമായി ഇതിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുകയും ചെയ്തു. പരിഹരിച്ചതിന് ശേഷമാണ് വിമാനം മടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. 8 ലക്ഷത്തിലധികം രൂപ ആണ് ഇതുമായി ബന്ധപ്പെട്ട് വിമാനത്താവളത്തിന്റെ അധികൃതർക്ക് വാടകയായി നൽകിയത്. ആദ്യത്തെ ഒരു 10 ദിവസത്തോളം വാടക വാങ്ങിയില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. വാടക വാങ്ങാതെയാണ് അവിടെ തുടരാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത്. ഭാരത സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട് ഈ വിമാനത്തെ ഹാങ്കറിലേക്ക് മാറ്റുന്നതിനുള്ള സൗകര്യം നൽകാം.